പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജോൺസിനെ സംബന്ധിച്ചുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ്, അത് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ അഡ്മിഷനുകളിലേക്ക് എത്തിക്കും. ഇതൊരു വാട്സപ്പ് ചാനലാണ്, വാട്സപ്പ് ഗ്രൂപ്പ് അല്ല. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസുകളും മറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകളും നിങ്ങൾക്ക് ആ ഒരു ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ജോൺസിനയുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ജോൺസിന ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, WWE ലോഗോയും TNA റെസ്ലിംഗിൻ്റെ ലോഗോയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ, ഒരു പിക്ചറാണ് പങ്കുവച്ചിരിക്കുന്നത്. TNA റെസ്ലിംഗിൻ്റെ ലോഗോ ഒക്കെ ജോൺസിന പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ WWEയും TNA റെസ്ലിംഗും ഒരുമിച്ചിട്ടുള്ള ആ ഒരു വാർത്തയ്ക്ക് ശേഷമാണ് ജോൺസിന അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. TNA റെസ്ലിംഗിനെ ജോൺസിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ WWEയും TNA റെസ്ലിംഗും തമ്മിൽ നിലവിൽ എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പ് ഡീല് അത്രയും വലുതാണ് എന്ന് അർത്ഥം. TNA റെസ്ലിംഗിന് കിട്ടുന്ന ആ ഒരു ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രമാണ് ജോൺസിനെ ഇൻസ്റ്റഗ്രാമിലൂടെ TNA റെസ്ലിംഗിൻ്റെയും കൂടി ആ ഒരു ലോഗോ പങ്കുവെക്കുന്നത്. WWEയിലെ താരങ്ങൾ TNA റെസ്ലിംഗിലും TNA റെസ്ലിംഗിൻ്റെ താരങ്ങൾ WWEയിലും പങ്കെടുക്കുമെന്നുള്ളതും ഇരു കമ്പനികൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൂപ്പർ താരമായ ജോൺസിന 2025 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇടയിൽ TNA റെസ്ലിംഗിൻ്റെ ഏതെങ്കിലും ഒരു ഷോയിൽ അപ്പിയർ ചെയ്യുമോ എന്നുള്ളൊരു സംശയം കൂടി ഈ ഒരു ലോഗോ പങ്കുവച്ചതിലൂടെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ജോൺസിനായി TNA റെസ്ലിംഗിൻ്റെ ലോഗോ പങ്കുവെക്കുന്നത് TNA റെസ്ലിംഗിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വമ്പൻ ബൂസ്റ്റാണ്. നാളെ നടക്കാൻ പോകുന്ന TNA റെസ്ലിംഗിൻ്റെ ജെനസിസ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിന് കൂടുതൽ ശ്രദ്ധ ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ഭാവിയിൽ വരാൻ പോകുന്ന, ഇനി വരുന്ന മാസങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ബ്ലഡ് ലൈൻ സ്റ്റോറിയെ സംബന്ധിച്ചാണ് ഇനി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ബ്ലഡ് ലൈൻ്റെ നിലവിലെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓൺലി ട്രൈബൽ ചീഫായിട്ട് റോമൻ റീൻസ് സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. റോമൻ റീൻസിൻ്റെ WWEയിലേക്കുള്ള നെക്സ്റ്റ് അപ്പിയറൻസ് നടക്കാൻ പോകുന്നത് ജനുവരി 29 നടക്കുന്ന റോ എപ്പിസോഡിലാണ്. ജനുവരി 29 നടക്കുന്ന റോ എപ്പിസോഡിൻ്റെ വലിയ പ്രത്യേകത, ഫെബ്രുവരിയിലെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ ആ അപ്പിയറൻസ്, റോമൻ റീൻസിനെ അൺഡിസ്പ്യൂട്ടഡ് ട്രൈബൽ ചീഫ് എന്നുള്ളൊരു ആദരിക്കുന്ന ഒരു സെഗ്മെൻറ്റ്, അത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിന് ശേഷം നടക്കാൻ സാധ്യതയുള്ള ബ്ലഡ് ലൈൻ്റെ ചില സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ജേക്കബ് ഫാറ്റു, ടാമ ടോങ്ക തുടങ്ങിയവരൊക്കെ വന്നിട്ട് ആ സെറിമണി അലങ്കോലമാക്കാനും വലിയൊരു ഫൈറ്റ് അവിടെ നടക്കാനും സാധ്യതയുണ്ട്. അവിടേക്ക് ജിമ്മി ഊസോയുടെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ജെ ഊസോയുടെ ഒരു അപ്പിയറൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരൊക്കെ വന്നിട്ട് ജേക്കബ് ഫാറ്റുവിനെതിരെ അടിച്ചു നിൽക്കുന്നത്, പക്ഷേ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നാൽ അവിടേക്ക് സോളോ സിക്കോവ കയറി വരുന്നു. സോളോ സിക്കോവ വരുന്ന സമയത്ത് എന്തായാലും ജേക്കബ് ഫാറ്റുവും ടാമ ടോങ്കയും ഒന്ന് അടങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. സോളോ സിക്കോവ വന്നിട്ട് ജേക്കബ് ഫാറ്റുവിനെയോ അല്ലെങ്കിൽ ടാമ ടോങ്കിയോയോ ആക്രമിക്കണം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം. കാരണം ട്രൈബൽ ചീഫായിട്ട് തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചത് റോമൻ റീൻസ് ആണ്. അതുകൊണ്ട് റോമൻ റീൻസിനെ ട്രൈബൽ ചീഫായിട്ട് നമ്മൾ അംഗീകരിക്കണം. ഇനി റോമനുമായിട്ടുള്ള ഒരു ശത്രുത നമ്മൾ വെക്കേണ്ട കാര്യമില്ല. റോമൻ നമ്മുടെ എല്ലാവരെയും തലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജേക്കബ് ഫാറ്റുവിനെയും ടാമ ടോങ്കിയെയും വേണമെങ്കിൽ സോളോ സിക്കോവയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് നെക്സ്റ്റ് ലെവൽ സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അതായത് അതിനുശേഷം വരുന്ന വീക്കിലി എപ്പിസോഡിൽ ജേക്കബ് ഫാറ്റുവും ടാമ ടോങ്കയും ഒക്കെ ചേർന്ന് സോളോ സിക്കോവയെ ആക്രമിക്കും. സോളോ സിക്കോവയെ ആക്രമിക്കുന്നതിലൂടെ സോളോ സിക്കോവ ഒരു ഫേസ് ടേൺ സ്വീകരിക്കുകയും ജേക്കബ് ഫാറ്റു അല്ലെങ്കിൽ ടാമ ടോങ്ക, മിക്കവാറും ഫാറ്റു തന്നെയായിരിക്കും, പുതിയ ബ്ലഡ് ലൈൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ റോമനെ മാറ്റി നിർത്തിക്കൊണ്ട് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ കുറച്ചധികം മാസങ്ങളായി കാത്തിരിക്കുന്ന സോളോ സിക്കോവയുടെ ആ ഒരു ഫേസ് ടേൺ നമുക്ക് കാണാൻ സാധിക്കും. ജേക്കബ് ഫാറ്റുവിനെ മികച്ച ഒരു ഹീലാക്കിയിട്ട് അവർക്ക് ബിൽഡ് ചെയ്ത്
കൊണ്ടുവരാനും സാധിക്കും. സോളോയുടെ പോലെയല്ല ജേക്കബ് ഫാറ്റു, അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ തന്നെ ഹീലും ഫേസും ഒക്കെ ആയിട്ട് ഒരു ഫാക്ഷൻ്റെ ഒക്കെ ലീഡറായിട്ട് ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു റെസ്ലറാണ്. അദ്ദേഹത്തിൻ്റെ മൈക്കിലെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവസാനത്തെ സ്മാക്ക് ഡൗണിൽ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ ലീഡറാക്കുന്നതോടുകൂടി കിടിലനായിട്ടുള്ള പുതിയൊരു സ്റ്റെപ്പാണ് സ്റ്റോറി ലൈനിലേക്ക് ബ്ലഡിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ ഒരു സാധ്യതയുണ്ട്. ഇനി റോമൻ റീൻസിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, റോമൻ റീൻസ് റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിളിലേക്കുള്ള എൻട്രി ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് റോമൻ റീൻസ് വിജയിക്കാൻ പോകുന്ന സമയത്ത് റോക്കിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ്, റോക്ക് മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. റോക്ക് അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്ന് വരുന്നു, റോമനെ പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു, റോമൻ പുറത്താക്കപ്പെടുന്നു. ആ റോമൻ റീൻസും റോക്കും തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻ്റൊക്കെ പിന്നീട് വരുന്ന വീക്ക്ലി എപ്പിസോഡുകളിൽ നടക്കുകയും ആ എപ്പിസോഡിന് ഇടയിൽ പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിച്ചുകൊണ്ട് ആ റോക്കിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അതായത് നിലവിലെ ഹൈ ചീഫ് എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റീൻസിൻ്റെ കഴുത്തിലേക്ക് ആ ഉലാഫാലയൊക്കെ ഇട്ട് കൊടുത്തത് പോൾ ഹേമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ദ റോക്കാണ്. അപ്പോൾ റോക്കിൻ്റെ നിർദ്ദേശപ്രകാരം പോൾ ഹേമൻ റോക്കിൻ്റെ കൂടെ ചേരുന്നു, റോമൻ റീൻസിനെ ചതിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് റെസ്ൽമേനിയ 41 കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരേ സമയം ബ്ലഡ്ലൈനിലായി വ്യത്യസ്ത സ്റ്റോറികൾ അവർക്ക് 2 ബ്രാൻഡുകളിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റോമൻ റീൻസും ഫേസ്, സോളോ സിക്കോവയും ഫേസ് ക്യാരക്ടർ. അപ്പോൾ അവർക്ക് ഇനി വരുന്ന ഒരു ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ വെച്ചിട്ട് ഈ റോമൻ റീൻസും സോളോ സിക്കോവയും ഒരുമിച്ച് രീതിയിലുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാനും സാധിക്കും. വേണമെങ്കിൽ റോക്കിൻ്റെ കൂടെ ജേക്കബ് ഫാറ്റുവും ടീമും ജോയിൻ ചെയ്യുന്നതായിട്ട് അവർ കാണിക്കാൻ സാധിക്കും. ഇനി ടോങ്ക ലോവ എന്ന് പറയുന്ന ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന റെസ്ലറിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടോങ്ക ലോവ റെസ്ൽമേനിയ 41 മുൻപ് തന്നെ റിട്ടേൺ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് റെസ്ൽമേനിയ 41 ടാഗ് ടീം മത്സരം ഉണ്ടായിരിക്കാനും സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ റൂമേഴ്സ് പ്രകാരം റെസ്ൽമേനിയ 41 അല്ലെങ്കിൽ റെസ്ൽമേനിയ 41 മുൻപ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ബ്ലഡ്ലൈൻ്റെ സ്റ്റോറി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ടേൺ ട്വിസ്റ്റ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഏത് നടന്നു കാണാനാണ് താല്പര്യം, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്കോപ്പ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ട് ജേക്കബ് ഫാറ്റു, ടൊങ്ക തുടങ്ങിയവർ സോളോ സിക്കോവയെ ചതിക്കുന്നത് ഏകദേശം ഉറപ്പാണ്. സോളോയുടെ ഒരു ഫേസ് ടേൺ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.